ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡയറക്ഷൻസ് ആൻഡ് ഡിസ്റ്റൻസ്, ദിശയും ദൂരവും. ഓക്കെ, ഇത് പറയുമ്പോൾ ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇപ്പോൾ ആദ്യം പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് അറിയേണ്ടത് ഇതിന്റെ സെന്റർ ആണെന്ന് വിചാരിക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് നോർത്ത്, ഇവിടുന്ന് ഇങ്ങോട്ട് ഈസ്റ്റ്, ഇങ്ങോട്ട് സൗത്ത്, വെസ്റ്റ്. അപ്പൊ ആദ്യം അറിയേണ്ടത് ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇങ്ങോട്ട് ഈസ്റ്റ്, ഇങ്ങോട്ട് വെസ്റ്റ്, പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, തെക്ക്. ഇത് ആദ്യം അറിയണം. ഓക്കെ, പിന്നെ നമ്മൾ അറിയേണ്ടത് ഇപ്പൊ ഒരാള് ഇവിടെ നിന്ന് 10 കിലോമീറ്റർ വടക്കോട്ട് പോയി എന്നാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അത് ഇവിടെ വരച്ചു വെച്ചു. എന്നിട്ട് നോർത്തിലേക്ക് പോയി പറഞ്ഞാൽ 10 കിലോമീറ്റർ എഴുതണം. ഇനി ഇവിടുന്ന് ഒരാള് 5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് വെസ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാല് ഇവിടുന്ന് 5 എഴുതണം. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കാണിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതിനനുസരിച്ച് പോയി പോയി പോയി. രണ്ടാമത്തെ കാര്യം അറിയേണ്ടത് എന്താണെന്നറിയോ? ടേൺസ് ലെഫ്റ്റ്, ഇടത്തോട്ട് തിരിഞ്ഞു, അല്ലെ ടേൺസ് റൈറ്റ്, വലത്തോട്ട് തിരിഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ഇങ്ങനെ. ഇതിപ്പോ അയാള് എത്ര ഒരു 5 കിലോമീറ്റർ കിഴക്കോട്ട് പോയി. ഇത് ഈസ്റ്റ് ആണല്ലോ. ഈസ്റ്റ് ഇങ്ങോട്ട് പോയി 5, ഇങ്ങനെ വരച്ച് 5 എഴുതി. എന്നിട്ട് ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, വലത്തോട്ട് തിരിഞ്ഞു, ഇടത്തോട്ട് തിരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് അയാളുടെ വലത്തെ കൈ, ഇത് അയാളുടെ ഇടത്തെ കൈ. അപ്പൊ വലത്തോട്ട് തിരിഞ്ഞു പറയുമ്പോൾ നമുക്കറിയാം, വലത്തോട്ട് തിരിഞ്ഞു പറയുമ്പോൾ എങ്ങോട്ട് തിരിയാം? ഇങ്ങോട്ടാണ്. ഇത് വലത്തെ കൈയല്ലേ, ഇത് ഇടത്തെ കൈയായിട്ട് വിചാരിച്ചാൽ മതി. അപ്പൊ വലത്തോട്ട് തിരിഞ്ഞു പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇനി ഇടത്തോട്ടാ തിരിയുന്നല്ലോ, മുകളിലോട്ട് പോകും. അത് കറക്റ്റ് ആയിട്ടൊന്ന് അറിയണം. ഇപ്പൊ ഒരാൾ നേരെ വടക്കോട്ട് പോയി 5 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി, വടക്കോട്ട് പോയി, എന്നിട്ട് അയാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെ ഇങ്ങോട്ടാ തിരിയേണ്ടത്? അതെങ്ങനെ മനസ്സിലാവും? അയാൾ ഇങ്ങോട്ട് പോവുകയാണ്, അയാൾ ഇടത്തേക്ക് ചെയ്താ ഇടത്തോട്ട് തിരിഞ്ഞു. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോ ഡയറക്ഷനും അറിയണം, എങ്ങോട്ട് തിരിയുന്നു എന്നുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ പ്രോബ്ലം കിട്ടും. പിന്നെ എന്താ അറിയോ? ഡിസ്റ്റൻസ്, നേരെയുള്ള ഡിസ്റ്റൻസ്. ഇവിടത്തേക്ക് 5 ഉണ്ട്. നോക്കൂ, ഇങ്ങനെ 3 പോയി, ഇങ്ങനെ 2 പോയി, ഇങ്ങനെ 3 പോയി, ഇങ്ങനെ 4 പോയി. ഓക്കെ, ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ നോക്കാം. ഇവിടുന്ന് ഇവിടത്തേക്ക് 5 വരും. പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കാ കണ്ടുപിടിക്കേണ്ടത്. അത് 2 തന്നെയാണ്. അപ്പൊ 5, ഇവിടെ എത്രയുണ്ട്? 2 ഉണ്ട്. ഇവിടത്തേക്ക് 4 ഉണ്ട്. അപ്പൊ എത്ര? 5 2 7 4 11. 5 + 2 + 4 നമുക്ക് എത്ര കിട്ടും? 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ എന്ന് കിട്ടും. ഈ തരത്തിലുള്ള ദൂരം. പക്ഷെ ചിലപ്പോഴുണ്ടല്ലോ കുട്ടികളെ, ഇങ്ങനെ ഒരാൾ 3 കിലോമീറ്റർ ഇങ്ങനെ പോയി, പിന്നീട് അയാൾ ഇങ്ങോട്ട് 4 കിലോമീറ്റർ പോയി, എങ്കിൽ അയാൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ട് എന്ന് പറയുമ്പോൾ ഈ ചെരിഞ്ഞ ദൂരമാണ് വരുന്നതെങ്കിൽ നമ്മൾ പൈതഗോറസിന്റെ തിയറാണ് ഉപയോഗിക്കുക. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കുന്നത് വേണ്ട. ഇങ്ങനെ ചെരിഞ്ഞ ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 2 ദൂരവും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ എഴുതുക. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ എഴുതുക 16. ഇത് രണ്ടും കൂട്ടുക. എത്ര? 9 + 16 25. 25 ആറിന്റെ സ്ക്വയർ ആണ്, 5ന്റെ സ്ക്വയർ. അപ്പൊ ഡിസ്റ്റൻസ് 5 എന്ന് കിട്ടി. ഇവിടെ സ്ക്വയർ എഴുതാം, അവിടെ സ്ക്വയർ എഴുതാം. അതിന് മറ്റൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുമ്പോ സ്ക്വയർ ആരുടെ നോക്കിയാൽ അത് ആ ചെരിഞ്ഞ ദൂരായി. ഓക്കെ, ലീനിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കാര്യം ഇതിൽ ബേസിക് ആയിട്ട് അറിയേണ്ടതുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Ram started walking towards east. After 1 kilometer, he turned south and walked 5 kilometer. Again, he turned east and walked 2 kilometer. Finally, he turned north and walked 9 kilometer. How far is he from the starting points? ഈ ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറഞ്ഞാല്, രാം കിഴക്കോട്ട് നടക്കുന്നു. 1 കിലോമീറ്റർ നടന്ന ശേഷം അയാൾ തെക്കോട്ട് തിരിഞ്ഞ് നടക്കുന്നു. 5 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം അയാൾ വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടക്കുന്നു. എങ്കിൽ ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ്? അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എത്ര അകലെ ആയിരിക്കും? ഇതാണ് മലയാളത്തിൽ. രാം സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവേഴ്സ് ഈസ്റ്റ്, കിഴക്കോട്ടാണ് നടക്കുന്നത്. അപ്പൊ നമ്മളിവിടെ തുടങ്ങുന്ന ഒരു സ്ഥലം മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് കിഴക്കോട്ടാണ്. നോക്കിയാൽ ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞില്ലേ? കിഴക്കോട്ട്, ഈസ്റ്റ്. കിഴക്കിന് ഈസ്റ്റ് എന്നാ പറയാ. ഈസ്റ്റിലേക്ക് എത്ര നടന്നു? 1 കിലോമീറ്റർ നടന്നു. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് 1 കിലോമീറ്റർ നടന്നു. 1 കിലോമീറ്റർ. അത് റഫായിട്ടൊന്ന് എടുത്താൽ മതി.
1 കിലോമീറ്റർ നടന്നു. ആൻഡ് ടേൺ സൗത്ത് ആൻഡ് വാക്ക്ഡ് 5 കിലോമീറ്റർ. പിന്നെ എന്ത് ചെയ്തു? സൗത്തിലേക്കാണ് നടന്നത്, തെക്കോട്ടാണ്. ഇതാണ് തെക്ക്, ഇതല്ലേ തെക്ക്. ഇവിടെ നേരെ തെക്ക്, ഇവിടെ തുടങ്ങിയ തെക്ക് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരണം. തെക്കെടുത്ത് എത്ര വന്നു? 5 കിലോമീറ്റർ വന്നു. 5 കിലോമീറ്റർ വന്നു. പിന്നെയോ ഹി ടേൺഡ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ വരിക? വീണ്ടും ഇങ്ങോട്ടാണ് വരിക. ഈസ്റ്റിലേക്ക് അയാൾ എത്ര നടന്നു? ഹി ടേൺഡ് ഈസ്റ്റ് ആൻഡ് വാക്ക്ഡ് 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് നടന്നു. ഫൈനലി ഹി ടേൺ നോർത്ത്. വീണ്ടും അയാൾ നോർത്തിലേക്ക് 9 കിലോമീറ്റർ പോയി. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് 5 കിലോമീറ്റർ റഫായിട്ട് എടുത്തിന്. അപ്പൊ 9 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടിയിട്ട് 9 കിലോമീറ്റർ എഴുതുക. ഏകദേശം ഒരു ചിത്രം വരച്ചെന്ന് മാത്രമേ കേട്ടോ. 9 കിലോമീറ്റർ എഴുതി. പിന്നെന്താണ് ചോദ്യം? 9 കിലോമീറ്റർ. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്? ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്നാണ്. അതായത് ഈ ചെരിഞ്ഞിട്ടുള്ള ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പൈതഗോറസ് തിയറാണ് നമ്മുടെ തലയിൽ അപ്പോഴേ വന്നു കഴിഞ്ഞു. നോക്കാം അത് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. പൈതഗോറസ് തിയറാകുമ്പോൾ റൈറ്റ് ട്രയാങ്കിൾ വേണം. അപ്പൊ ഇവിടെ ഇങ്ങനെ കുത്തിട്ടിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു. അപ്പൊ നോക്കുക, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടണം. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ്? 9 തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് 5. അപ്പൊ ഇവിടത്തേക്ക് 5. അപ്പൊ ഇതെത്ര വരും? 4 വരും. ഐഡിയ മനസ്സിലായല്ലോ? ഇത് 5 അല്ലേ? ഇവിടുന്ന് ഇവിടത്തേക്ക് 5 വരുമല്ലോ. അപ്പൊ ഇത് 4 വന്നു. ഇനി എന്താ വേണ്ടത്? ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ട്? 1 ഉണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് അറിയണം. അത് ഇവിടത്തേക്ക് എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പൊ ഇത് 2 അറിയാം. 2 ആണ്, 2 ആണ്. അപ്പൊ ടോട്ടല് എത്ര വരും? ഇത് 1 അല്ലേ? ഇത് 1 ആണ്, ഇത് 2 ആണ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 3 വരും. ഏത് ഡിസ്റ്റൻസ്? ഇവിടുന്ന് ഇവിടത്തേക്ക്. ഇത് എത്ര വന്നു? 4 വന്നു. അപ്പൊ പൈതഗോറസ് തിയറി എഴുതാം. 3ന്റെ സ്ക്വയർ എത്ര? 9 ആണ്. 4ന്റെ സ്ക്വയർ ഇവിടെ എഴുതുക. എത്രയാണ് വരിക? 16. 4ന്റെ സ്ക്വയർ 60. രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. 9 plus 16 equal to 25. 25 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഈ ആൻസർ എത്ര കിട്ടി? 5. അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടും? ആൻസർ ഡിസ്റ്റൻസ് ഫ്രം എത്ര ഉണ്ടാവും? 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ ഉണ്ട്. അത് ആൻസർ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ. ചിത്രം വരക്കാൻ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ചെരിഞ്ഞ ലീൻഡ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ചെരിഞ്ഞിട്ടുള്ള വയർ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പൈതഗോറസ് തിയറി ആണെന്ന് ഓർമ്മിക്കണം. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാബു ലീവ്സ് ഹിസ് ഹൗസ് ആൻഡ് വാക്സ് 12 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. He turns right and walks another 12 kilometer. He turns right 12 kilometer more and turns left to walk 5 kilometer. How far is he from his home and in which direction? മലയാളത്തിൽ പറയാം. ബാബു അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. 12 കിലോമീറ്റർ വടക്കോട്ട് പോയി. എന്നിട്ട് അയാള് വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ വീണ്ടും പോയി. എന്നിട്ട് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ വീണ്ടും പോയി. എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. ഇപ്പോഴയാള് അയാളുടെ വീട്ടിൽ നിന്ന് ഏത് ദിശയിലാണ് നിൽക്കുന്നത്? അയാളുടെ വരച്ചു നോക്കാം. ബാബു ലീവ്സ് ഹിസ് ഹൗസ് ആൻഡ് വാക്സ് 12 കിലോമീറ്റർ നോർത്ത്. വടക്കോട്ട്, നോർത്തിലേക്കാണ് 12 കിലോമീറ്റർ പോകുന്നത്. നോക്ക്, ഇവിടുന്ന് തുടങ്ങി 12 കിലോമീറ്റർ. ഇതല്ലേ നോർത്ത്? ഇതല്ലേ? ഇവിടുന്ന് തുടങ്ങുന്നു, നോർത്തിലേക്ക് പോകുന്നു, മുകളിലേക്ക് പോകുന്നു. ഇത് സ്റ്റാർട്ടിങ് കേട്ടാ. 12 കിലോമീറ്റർ നോർത്ത്. ഹി ടേൺസ് റൈറ്റ്. റൈറ്റ് മനസ്സിലാവണമെങ്കിൽ ഇത് അങ്ങനെ ഇട്ടാൽ മതി. റൈറ്റ് പറയുമ്പോൾ ഇങ്ങോട്ട്. അയാളെ വലത്തെ കയ്യിൽ റൈറ്റ് ഹാൻഡ്. അപ്പൊ ടേൺസ് റൈറ്റ്. എന്നിട്ട് എത്ര പോകുന്നു? ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 12 കിലോമീറ്റർ. വീണ്ടും 12 തന്നെയാണ് അയാൾ പോകുന്നത്. അപ്പൊ ഈ ദൂരം തന്നെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലത്. അത്രയേ ഉള്ളൂ. 12 kilometer. Turns right and walks 12 kilometer. He turns right 12 kilometer more and turns. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു? ടേൺസ് റൈറ്റ്. റൈറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ? അയാൾ വലത്തെ കൈ ഇതാണ്. അപ്പൊ ടേൺസ് റൈറ്റ്. എന്നിട്ട് അയാൾ എത്ര വരുന്നു? 12 കിലോമീറ്റർ വരുന്നു. ഇങ്ങോട്ടും 12 കിലോമീറ്റർ. അപ്പൊ ഇത് രണ്ട് കറക്റ്റ് ആയിട്ട് വന്നു. 12 കിലോമീറ്റർ മോർ ആൻഡ് ടേൺസ് ലെഫ്റ്റ് ടു വാക്ക് 5 കിലോമീറ്റർ. എന്നിട്ട് അയാൾ ഇടത്തോട്ട് തിരിയുന്നു. നോക്ക്, ഇതാണ് അയാളുടെ, ഇത് അയാളുടെ വലത്തെ കൈയാണ്, റൈറ്റ് ഹാൻഡ് ആണ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഇടത്തോട്ട് തിരിയുന്നു. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് അയാൾ എത്ര നടക്കുന്നു? 5 കിലോമീറ്റർ നടക്കുന്നു. 5 കിലോമീറ്റർ നടക്കുന്നു. ഹൗ ഫാർ
ഈസി ഫ്രം ഹിസ് ഹോം ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ. ഇപ്പോഴയാൾ ഇവിടെയാണ് അയാൾ ഉള്ളത്. ഇപ്പൊ എത്ര ദൂരത്തിലാണുള്ളത്, ഏത് ദിശയിലാണ് അയാൾ ഉള്ളത് സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം കിട്ടിയാൽ മതി അല്ലെ. അത് എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക് 12 ഉണ്ട്. ഇവിടെ ഞാൻ വെറുതെ വരച്ചിങ്ങനെ കുത്തിട്ടിട്ട് വരക്കുക. അത് എത്ര വരും? 12 വരും. അപ്പൊ ഡിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ദൂരം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ദൂരം നമുക്ക് എത്ര കിട്ടും? 12 + 5 = 70. ഇനി എന്താ അറിയേണ്ടത്? ഇവിടെ നിൽക്കുന്ന ഒരാള് ഈ ബാബുവിനെ നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിൽ, അപ്പൊ ഇങ്ങനെ അങ്ങോട്ടാണ്. ഇയാളുടെ വീട്ടിൽ നിന്നാണ് ചോദിച്ചത് ഏത് ഡയറക്ഷനിലായിരുന്നു. അപ്പൊ ഇയാളുടെ വീട്ടിൽ നിന്ന് ബാബു ഇപ്പൊ എവിടെ, ഏത് ഡയറക്ഷനിലായി? ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്ന ഡയറക്ഷൻ ഏതാണെന്ന് നോക്കിയാൽ ഏതാണ്? ഈസ്റ്റ്. അപ്പൊ ഡയറക്ഷൻ നമുക്ക് എന്ത് കിട്ടി? ഡയറക്ഷൻ = ഈസ്റ്റ്. അതായത് മലയാളത്തിൽ പറഞ്ഞാല് ദിശ ഏത് ഭാഗം? കിഴക്ക് ഭാഗം. കിഴക്ക് എന്ന് ദിശ കിട്ടി. സിമ്പിൾ അല്ലേ പ്രോബ്ലം? ഇതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദീപക് സ്റ്റാർട്ട്സ് വാക്കിംഗ് സ്ട്രേറ്റ് ടുവേർഡ്സ് ഈസ്റ്റ്. ആഫ്റ്റർ വാക്കിംഗ് 75 meters, he turns to the left and walks 25 meters straight. Again he turns to the left, walks at a distance of 40 meters straight. Again he turns to the left and walks a distance of 25 meters. How far is he from the starting point? മലയാളത്തിൽ ഈ ചോദ്യം പറഞ്ഞാൽ ദീപക് നേരെ കിഴക്കോട്ട് നടക്കുന്നു. 75 മീറ്റർ നടന്നതിന് ശേഷം അയാൾ ഇടത്തേക്ക് തിരിയുന്നു. എന്നിട്ട് അയാൾ നടക്കുന്നു 25 മീറ്റർ നേരെ നടക്കുന്നു. ഓക്കെ, ഇടത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നേരെ നടക്കുന്നു. വീണ്ടും അയാൾ ഇടത്തോട്ട് തിരിയുന്നു, 40 മീറ്റർ നേരെ നടക്കുന്നു. വീണ്ടും അയാൾ ഇടത്തോട്ട് തിരിയുന്നു, എന്നിട്ട് 25 മീറ്റർ നടക്കുന്നു. എങ്കിൽ ഇപ്പോൾ അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഉള്ളത്? ഇതാണ് ചോദ്യം. ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട്, വലിയ ക്വസ്റ്റ്യൻ ആണ്, ലെങ്തി ആണ് ചോദ്യം എങ്കിലും നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദീപക് സ്റ്റാർട്ട്സ് വാക്കിംഗ് സ്ട്രേറ്റ് ടുവേർഡ്സ് ഈസ്റ്റ്. കിഴക്കോട്ടാണ് പുള്ളിക്കാരൻ നടന്നു പോകുന്നത്. എത്ര? ആഫ്റ്റർ വാക്കിംഗ് 75 meters, 75 മീറ്റർ നടക്കുന്നു. ഞാൻ ഇത്ര ദൂരത്തിന് ഞാൻ 75 എടുത്തു. അതായത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, കിഴക്കോട്ടാണ് നടന്നത്. അറിയാലോ, ഈസ്റ്റ്, കിഴക്കോട്ട് നടന്നു, ഈസ്റ്റ്. ആഫ്റ്റർ വാക്കിംഗ് 75 he turns to the left. അതാണ് ലെഫ്റ്റ് റൈറ്റ് കറക്റ്റ് അറിയണം. ആരോ മാർക്ക് ഇട്ടാൽ മനസ്സിലാവും. ഇയാളുടെ വലത്തെ കൈ ഇടത്തെ കൈ, റൈറ്റ് ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റിൽ എത്ര പോയി അയാള്? ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 25 meters. 25 meters. ഓക്കെ, ഇയാൾ 25 meters പോയി. കാരണം ഇതിന്റെ ഒരു 1/3 ഭാഗം ഞാൻ ഏകദേശം എടുത്തു, 1/3 എടുത്തു. 25 meters straight. Again he turns to the left. അപ്പൊ ഇങ്ങനെ പോകുന്ന ആള് ഇടത്തോട്ട് ഇങ്ങോട്ടല്ലേ വരിക? എത്ര? എന്നിട്ട് അയാൾ എത്ര ഇടത്തോട്ട് തിരിഞ്ഞിട്ട് 25 meters ലെഫ്റ്റ്. Again he turns to left, walks at a distance of 40 meters. 40 meters അയാൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ 40 എന്ന് പറയുമ്പോൾ 75 ടോട്ടൽ ഉണ്ട്. അപ്പൊ അതിന്റെ പകുതിയിലേക്കാൾ കുറച്ചും കൂടെ ഇത്ര പോലെ എത്തും ഏകദേശം. അത് കുറച്ചിതായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, അതിലങ്ങനെ വിഷമിക്കണ്ട. 40 meters നടന്നു. സ്ട്രേറ്റ് അഗൈൻ ഹി ടേൺസ് ടു ദ ലെഫ്റ്റ്. എന്നിട്ട് അയാള് ഇടത്തോട്ട് നടന്നു. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ വരിക? ഈ സൈഡിലേക്ക് ലെഫ്റ്റ്. ആൻഡ് വാക്സ് എ ഡിസ്റ്റൻസ് ഓഫ് 25 meters. ഇങ്ങോട്ട് അയാൾ എത്ര നടന്നു? അയാൾ വെറും 25 മീറ്റർ നടന്നു. ഇപ്പൊ അയാൾ ഇവിടെയല്ലേ ഉള്ളത്? ഇവിടെയുള്ളു. തുടങ്ങിയത് ഇവിടെ നിന്നല്ലേ? അവിടെ. അപ്പൊ എത്ര ദൂരം അയാൾ ഇവിടെ നിന്ന് ഇപ്പൊ എത്ര ദൂരം ഉണ്ടെന്നുള്ള ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും എത്ര? ഇത് അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഇപ്പോഴത്തെ അയാൾ എത്തിയ പോയിന്റ് ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം നമുക്ക് എത്ര കിട്ടും? ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും, കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ട്? 75 ഉണ്ട്. അതിൽ 4 കുറച്ചാൽ മതി, ഈ ദൂരം കുറച്ചാൽ മതിയില്ലേ? ഈ ദൂരം 40 അല്ലേ? അപ്പൊ 75 - 40 = 35. ഓക്കെ, അതായത് ഇവിടത്തേക്ക് എത്രയാ മോനെ? ഈ നമുക്ക് കിട്ടത് 40 ആണ് കിട്ടുക ഇവിടത്തേക്ക്. അപ്പൊ ബാക്കി ഇവിടത്തേക്ക് എത്ര കിട്ടും? 35 കിട്ടും. അപ്പൊ അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആയല്ലോ. അപ്പൊ 35 മീറ്റർ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ആയി. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ ഇത് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. One morning after sunrise, Gopal was facing a pole. The shadow of the pole fell exactly to his right. Which direction was Gopal facing? അതായത് രാവിലെ
ഉദയത്തിന് ശേഷം ഗോപാലൻ ഒരു തൂണിനെ നോക്കി നിന്നു, ഫേസിങ് എ പോസ്റ്റ്. അപ്പോ ഷേഡ് ഓഫ് ദ പോൾ ഫെൽ എക്സാക്ട്ലി ടു ഹിസ്. അപ്പോ ആ തൂണിന്റെ നിഴൽ ഗോപാലന്റെ വലതു ഭാഗത്താണ് ഉള്ളത് എങ്കില് വിച്ച് ഡയറക്ഷൻ വാസ്. അപ്പൊ ഗോപാലിനൊക്കെ ഉള്ളത് എങ്ങോട്ട് നോക്കിയിട്ടാണ് ഉള്ളത്, ഏത് ദിശയിലേക്കാണ് ഗോപാലൻ നോക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അറിയണം ഇവിടെ സൺറൈസിംഗ് ആണ്. അപ്പൊ ഇതിന് ഞാൻ സണ്ണ് വിചാരിച്ചു. ഈ സണ്ണിന്റെ ഇതിങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു പോൾ ഉണ്ട്. ഈ പോൾ ഇവിടെ ഉണ്ടാവുമ്പോ ഈ പോളിന്റെ ഇത് എപ്പോഴാണ് സൺ എവിടെയാ ഉള്ളത്? സൺ ഉള്ളത് അറിയണം ഈസ്റ്റിലാണ്. കിഴക്കാണ് സൺ ഉണ്ടാവുക. കിഴക്ക് സണ്ണില് റേസ് വരുന്ന സമയത്ത് ഇതിന്റെ ഷേഡോ എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇതിന്റെ ഇങ്ങോട്ടല്ലേ കിഴക്ക് ഇങ്ങോട്ടാണ്. അപ്പൊ ഷേഡോ എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇങ്ങോട്ടാണ്. ഇതാണ് ഇതിന്റെ ഷേഡോ. ഓക്കെ. ഈ ഷേഡോ ഗോപാലിന്റെ ഏത് സൈഡിലാണ് വന്നത്? ഗോപാലിന്റെ റൈറ്റിലാണുള്ളത്. ഗോപാലിന്റെ റൈറ്റിൽ ഉണ്ടാവണമെങ്കിൽ ഗോപാലൻ എവിടെ നിൽക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഗോപാലൻ ഇവിടെ നിന്നിട്ട് ഇവിടെയുള്ള പോളിനെ ഇങ്ങനെ നോക്കുമ്പോ ഗോപാലന്റെ റൈറ്റ് സൈഡിലല്ലേ ഉണ്ടാവുക പോൾ ഉണ്ടാവുക. ഗോപാലനെ ഞാൻ വരക്കാണെങ്കിൽ ഞാൻ ഗോപാലിനെ വരക്കാം. ഇത് പോള് മക്കളെ, ഇതാണ് പോള്. ഞാനിതാ ഇവിടെ ഗോപാലൻ ഇവിടെ നിൽക്കുന്നു. ഗോപാലൻ ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഗോപാലൻ എടുത്തിട്ട് ഗോപാലിന് ഈ പോളിനെ നോക്കണമെങ്കിൽ വടക്കോട്ട് നോക്കിയാലാണോ ലെഫ്റ്റ് കാണാ റൈറ്റിൽ കാണാ, അതേ സമയത്ത് സൗത്തിൽ നോക്കിയാലാണോ കാണുക നോക്കുക. എന്ത് വന്നാലും കിഴക്കോട്ട് ഈസ്റ്റിലേക്കോ സൗത്തിലേക്കോ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ലെഫ്റ്റിൽ വരില്ലല്ലോ. അയാള് പോളിനെ നേരെ ഈസ്റ്റിലേക്കോ അതേപോലെ തന്നെ വെസ്റ്റിലേക്കോ ആണ് നോക്കുന്നത് വിചാരിച്ചോ, പോളിനെ നോക്കുന്ന വിചാരിച്ചോ, എങ്കിലും ഒന്നിക്കല് അയാളുടെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ അതേ ലൈനിലായിരിക്കും പോള് വരിക. ഓക്കെ. അയാളുടെ ഷേഡോ ഇങ്ങോട്ടല്ലേ വരിക. ഓക്കെ. അപ്പൊ ആ തരത്തിലല്ല ഉണ്ടാവുക. അപ്പൊ നോർത്തോ സൗത്തോ ആയിരിക്കും അയാൾ നോക്കുന്നുണ്ടാവുക. നോർത്തോ സൗത്തോ നോക്കുമ്പോൾ അയാളുടെ റൈറ്റ് സൈഡിൽ ഷേഡോ വരണമെങ്കിൽ എന്തായിരിക്കും? അയാൾ എങ്ങോട്ട് നോക്കണം? സൗത്തിൽ തന്നെ നോക്കണം. സൗത്തിൽ നോക്കിയാലേ അയാൾ ഷേഡോ ഇങ്ങോട്ട് കാണുള്ളൂ. നോർത്തിലേക്ക് അയാൾ നോക്കുന്നെങ്കിൽ അയാളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. അയാൾ ഇവിടെ നിന്നിട്ടാണ് നോക്കുന്നത് വിചാരിച്ചോ, അപ്പൊ അയാളുടെ നോർത്തിലേക്കാണ് നോക്കുന്നത് വിചാരിച്ചോ. നോർത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും ഷേഡോ ഇപ്പറാണ് ഉണ്ടാവുക, അയാൾ ലെഫ്റ്റിലാണ് ഉണ്ടാവുക. അപ്പൊ അയാൾ ഇങ്ങോട്ട് സൗത്തിലേക്കാണ് നോക്കുന്നത്. നോർത്തിൽ നിന്നിട്ട് അയാൾ സൗത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? അയാളുടെ റൈറ്റ് സൈഡിലാണ് ഷേഡോ ഉണ്ടാവുക. അയാളുടെ റൈറ്റ് സൈഡാണ് ഇത്. ഇയാളുടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ റൈറ്റ് സൈഡ്. അപ്പൊ അതിന്റെ ആൻസർ ഈ ചിത്രത്തിനെ പറ്റിയൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ സൗത്ത്, ഫേസിങ് സൗത്ത്. ഏത് ഭാഗത്തേക്ക്? ഫേസിങ് സൗത്ത്, അതായത് തെക്ക് ഭാഗത്തേക്ക് നോക്കുന്നു. ഓക്കെ. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ കാര്യം. മനസ്സിലായി? ഐഡിയ മനസ്സിലായല്ലോ? എന്തുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും വരുന്നില്ല മനസ്സിലായി. കിഴക്കോട്ടാണ് അയാൾ നോക്കുന്നത് എങ്കിൽ അയാളുടെ പിറകിലായിരിക്കും ഷേഡോ വരുന്നുണ്ടാവുക, അതേമാതിരി വരും. അതേ സമയത്താണ് പടിഞ്ഞാറാട്ടം നോക്കുന്നെങ്കിൽ അയാളുടെ ഓപ്പോസിറ്റ് സൈഡിൽ വരും. അയാളുടെ ഷേഡോ ഇങ്ങോട്ട് വരും. കിഴക്കും പടിഞ്ഞാറാകുമ്പോൾ രണ്ടാമത്തെ ഷേഡോ ഒരേ ലൈനിലാണ് വരിക. അവർ ഇടത്തും വലത്തും അല്ല വരിക. അതേ സമയത്ത് അയാൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, സൗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് വരും. ഇത്ര മാത്രമേ ആ പ്രോബ്ലത്തിലുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗോയിങ് 60 meters to the south of his house, Kiran left and goes another 20 meters. Then turning to the north, he goes 40 meters and then start walking to his house. In which direction is his house from the? ഇവിടെയും ഡയറക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മലയാളത്തിൽ പറയാം. അതായത് കിരൺ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഗോയിങ് 60 meters to the south, തെക്ക് ഭാഗത്തേക്ക്, തെക്കോട്ടേക്ക് 60 മീറ്റർ പോയി. എന്നിട്ട് അയാള് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു 20 മീറ്റർ പോയി. പിന്നീട് അയാള് വടക്കോട്ട് 40 മീറ്റർ പോയി. എന്നിട്ട് വടക്കോട്ട് സ്റ്റാർട്ടിങ് വാക്കി, എന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് അയാൾ പോവുകയാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹിസ് ഹൗസ് ഫ്രം ദ? അപ്പൊ ലാസ്റ്റിലത്തെ സ്ഥലത്ത് നിന്ന്
അയാളുടെ വീട് ഏത് ഡയറക്ഷൻ, അയാളുടെ വീട് ഏത് ദിശയിലാണെന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചിത്രം വരക്കാം. ഗോയിങ് 60 meters ടു ദ സൗത്ത് ഓഫ് ഹിസ് ഹൗസ്. അപ്പൊ അയാളുടെ വീടിന്റെ തെക്ക് ഭാഗത്തേക്കാണ് ഗോയിങ്. ഒന്ന് കട്ട് ചെയ്ത ശരി. അപ്പൊ നമുക്ക് നോക്കാം, വീടിന്റെ തെക്ക് ഭാഗം ഗോയിങ് 60 meters ടു ദ സൗത്ത്. അപ്പൊ അയാൾ നേരെ സൗത്തിലേക്കാണ് വരുന്നത്. 60 meters 60 meters 60 മീറ്റർ. മീറ്റർ ഞാൻ എഴുതുന്നില്ല. 60 meters ടു സൗത്ത് ഓഫ് ഹിസ് ഹൗസ്. കിരൺ ലെഫ്റ്റ്. അപ്പൊ കിരൺ ഇങ്ങനെ സൗത്തിലേക്കാണ് പോകുന്നത്. അപ്പോഴയാള് ലെഫ്റ്റ് ഏതാ വരിക? ഇപ്പുറത്താണ് ലെഫ്റ്റ് വരിക, ഇപ്പുറം റൈറ്റ് വരും. ലെഫ്റ്റ് ഗോസ് അനദർ 20 meters. ഒരു 20 മീറ്റർ അയാൾ പോയി. ഇത് 60 ഉണ്ടായതുകൊണ്ട് 20 ഞാൻ കുറച്ചു 20 meters. 20 meters. Then turning to north. എന്നിട്ട് അയാൾ നോർത്തിലേക്ക് പോയി. 40 മീറ്റർ നോർത്തിലേക്ക് പോയി. 40 മീറ്റർ അയാൾ നോർത്തിലേക്ക് പോയി. 40 meters നോർത്തിലേക്ക് പോയി. ദെൻ സ്റ്റാർട്ടിംഗ് വാക്കിംഗ് ടു സൗത്ത്. എന്നിട്ട് അയാൾ വീട്ടിലേക്ക് വന്നു. അയാൾ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളത് അയാള് വീട്ടിലേക്കാണ് വരുന്നത്. എങ്കില് ക്വസ്റ്റ്യൻ ഇതാണ്, എങ്കില് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹിസ് ഹൗസ് ഫ്രം ദ. അപ്പോ ഇത് ഇവിടുന്ന് ഇയാളുടെ വീട് ഏത് ദിശയിലാണ്? വിച്ച് ഡയറക്ഷൻ ഈസ് ഹിസ് ഹൗസ് ഫ്രം ദ ലാസ്റ്റ് പോയിന്റ്. ഏത് ഡയറക്ഷനിലാണ് ചോദ്യം. അപ്പൊ എന്താ വരിക? ഇങ്ങനെയാണ് ആ ഡയറക്ഷൻ വരിക, അല്ലെ? അപ്പൊ ഇങ്ങനെ ഡയറക്ഷൻ വരുമ്പോ നമുക്ക് എന്തറിയാം? നോക്ക്, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതെന്താണ്? ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നോർത്താണ്. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് വെസ്റ്റ് ആണ്. അപ്പൊ ഇയാൾക്ക് പോകുന്നത് എങ്ങനെയാ? ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ ഡയറക്ഷൻ ഏതാണ് വരിക? വെസ്റ്റ് നോർത്ത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാം? നോർത്ത് വെസ്റ്റ്. ഇതാണ് അതിന്റെ ആൻസർ. മനസ്സിലായില്ലേ? നോർത്ത് വെസ്റ്റ്. നോർത്തും സൗത്തും ആണ് ഫസ്റ്റിൽ എപ്പോഴും രണ്ട് ഡയറക്ഷൻ ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് പറയുമ്പോൾ പറയാം. ഓക്കെ, സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ നോർത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, നോർത്തും വെസ്റ്റിനും ഇടയിലുള്ള ഡയറക്ഷൻ. അപ്പൊ ആൻസർ എന്താ വരിക? ആൻസർ നോർത്ത് വെസ്റ്റ്. അപ്പൊ മലയാളത്തിൽ പറഞ്ഞാല് വടക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്. ഓക്കെ, ഇതാണ്. ഇഫ് സൗത്ത് വെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്, നോർത്ത് ഈസ്റ്റ് ബിക്കംസ് വെസ്റ്റ് ആൻഡ് സോ ഓൺ, വാട്ട് വിൽ വെസ്റ്റ് ബിക്കം? ഇത് നല്ല രസികൻ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ 4 ഡയറക്ഷൻ മാത്രമാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് 4 എണ്ണം മാത്രം. പക്ഷെ 4 ഡയറക്ഷൻ കൂടി ഉണ്ട്. അതേതാണെന്നറിയോ? ഇതിനിടയിൽ വരുന്ന ഡയറക്ഷൻ ഉണ്ട്. ഈ ഡയറക്ഷന്റെ പേരാണ് നോർത്ത് ഈസ്റ്റ്. ഈ ഡയറക്ഷന്റെ പേരാണ്, നോക്കൂ, നോർത്ത് വെസ്റ്റ്. ഇത് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്, ഇതിന്റെ ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ്. ഇത്രയും 8 ഡയറക്ഷൻ ആണ് പൊതുവെ മാക്സിമം പരീക്ഷയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്. നോക്ക്, ഞാനിവിടെ വരക്കാം. ഈ വരച്ചാല് ഈസ്റ്റ് നോർത്ത് സൗത്ത് വെസ്റ്റ്. നോക്ക്, നോർത്ത് ഈസ്റ്റ്. ഏതാണ് ഈ നോർത്ത് ഈസ്റ്റ്? നോക്ക്, ഈ സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്. സൗത്ത് ഈസ്റ്റ് ഇത്. അപ്പൊ ഈ ഡയറക്ഷൻ ആണ് സൗത്ത് ഈസ്റ്റ്. ഈ സൗത്ത് ഈസ്റ്റ് എന്നുള്ള ഡയറക്ഷൻ എന്താ വിളിക്കുന്നത് അറിയോ? ഇവര് വിളിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ വിളിക്കുന്നത് നോർത്ത് എന്നാണ്. ശ്രദ്ധിക്കണം. സൗത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്, നോർത്ത് ഈസ്റ്റ് ബിക്കംസ് വെസ്റ്റ്. നോർത്ത് ഈസ്റ്റ്, ഇതാണ് നോർത്ത് ഈസ്റ്റ്. ശ്രദ്ധിക്കണേ, ഇതിനെ എന്താണ് വിളിക്കുന്നത് അറിയോ? നോർത്ത് ഈസ്റ്റിനെ വിളിക്കുന്നത് വെസ്റ്റ് എന്നാണ്. വെസ്റ്റ്, ഇതിനെ വിളിക്കുന്നത് വെസ്റ്റ്. ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവര് ചോദിക്കുന്നത് ലാസ്റ്റ്, വാട്ട് വിൽ വെസ്റ്റ് ബിക്കം? ഈ വെസ്റ്റിനെ എന്ത് വിളിക്കും എന്താണ്? അതായത് നമ്മുടെ ശരിയായ വെസ്റ്റിനെ എന്ത് വിളിക്കും? ഇത് ശരിക്കും വെസ്റ്റ് അല്ലല്ലോ, ഇത് നോർത്ത് ഈസ്റ്റ് അല്ലേ? നോർത്ത് ഈസ്റ്റിനെ വെസ്റ്റ് വിളിക്കുകയാണെങ്കിൽ ഇതിനെ എന്തായിട്ട് വിളിക്കുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാല്, ഇതിനെ അവര് വെസ്റ്റ് ആണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഇതിനെ അവരെന്ത് വിളിക്കും? ഈസ്റ്റ് എന്ന് വിളിക്കുമല്ലോ, വിളിക്കും. ഇതിനെ ഇവര് നോർത്ത് എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചാല് ഇതിനെ അവരെന്ത് വിളിക്കും?
അവരുടെ ഭാഷയിൽ സൗത്ത് വിളിക്കും. ഓക്കെ, ഇതിനെ വിളിക്കുന്നത് സൗത്ത്. അപ്പോ ഇനി വെസ്റ്റിനപ്പൊ എന്ത് പറയും? സൗത്ത് ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും ഇടയിൽ, സൗത്ത് ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും ഇടയിൽ എന്താ വരിക? വെസ്റ്റ് വരും. അപ്പൊ വെസ്റ്റിന സൗത്ത് ഈസ്റ്റ്. അപ്പൊ ആൻസർ വെസ്റ്റ് ഈക്വൽ അവരെന്താ വിളിക്കുക? സൗത്ത് ഈസ്റ്റ്. മലയാളത്തിൽ പറഞ്ഞാല് തെക്ക് കിഴക്ക്. തെക്ക് കിഴക്ക്. ആരെ വിളിക്കുന്നു? പടിഞ്ഞാറ്. മനസ്സിലായില്ലേ? ഓക്കെ, ആ കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ ഉള്ളത്. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.